ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. ഇതൊരു ഡെസേർട്ടാണ്. നല്ലൊരു അടിപൊളി ബിസ്ക്കറ്റ് കൊണ്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഡെസേർട്ടാണ്. ഈസിയാണ്, എന്നാൽ ടേസ്റ്റുമാണ്. ഡെസേർട്ട് എങ്ങനെ ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. ഇതിനാവശ്യത്തിന് ഞാൻ എടുത്തേക്കുന്ന ബിസ്ക്കറ്റ് മാരിലൈറ്റ് ബിസ്ക്കറ്റാണ്. ഇതൊരു പാക്കറ്റ് ആവശ്യം വന്നിട്ടില്ല, ഒരു ഹാഫ് മതിയാകും. 1/4 കപ്പ് വിപ്പിംഗ് ക്രീം ഒരു ബൗളിൽ എടുത്തതിന് ശേഷം പൊടിച്ച പഞ്ചസാര 2 ടേബിൾ സ്പൂൺ ഇട്ടെടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോക്കോ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ കോഫി പൗഡർ ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി ഇട്ടതിന് ശേഷം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തിട്ടുണ്ട്. സൈഡിലുള്ള എല്ലാം ഒതുക്കിയതിന് ശേഷം ഒന്നുകൂടി നന്നായി ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ നന്നായി ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് മതിയാവും, ഓവറായിട്ട് ബീറ്റ് ചെയ്തെടുക്കണ്ട. ബീറ്റ് ചെയ്തെടുത്ത വിപ്പിംഗ് ക്രീം ഒരു പൈപ്പിംഗ് ബാഗിലോട്ട് ആക്കി മാറ്റി വയ്ക്കാം. അത് മാറ്റി വെച്ചതിന് ശേഷം വേറൊരു ബൗളെടുത്ത് അതിലേക്ക് 1 ടീസ്പൂൺ കോഫി പൗഡർ ആഡ് ചെയ്ത് അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് മധുരത്തിന് ആവശ്യമുള്ള പൊടിച്ച പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. അതും കൂടി ഇട്ടതിന് ശേഷം ഈ മിക്സ് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ മിക്സിലാണ് ബിസ്ക്കറ്റ് ഡിപ്പ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഒന്ന് മധുരമുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇനി ഈ ഡെസേർട്ട് സെറ്റ് ചെയ്യാനുള്ള ട്രേ എടുക്കാം. അതിലോട്ട് ബിസ്ക്കറ്റ് ഓരോന്നോരോന്നായിട്ട് ഈ കോഫി മിക്സിൽ ഡിപ്പ് ചെയ്തതിന് ശേഷം ഒരു തിൻ ലെയറായിട്ട് ബിസ്ക്കറ്റ് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇടയ്ക്കുള്ള ഗ്യാപ്പൊക്കെ ബിസ്ക്കറ്റ് കൊണ്ട് ഫില്ല് ചെയ്ത് കൊടുക്കാം. കോഫി മിക്സിൽ വെള്ളത്തിന് പകരം വേണമെങ്കിൽ മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. രണ്ടും ടേസ്റ്റാണ്, കോഫി ആയതുകൊണ്ട്. അതെല്ലായിടത്തും കൂടി ലെയറാക്കി എടുത്തതിന് ശേഷം ഇപ്പോൾ എല്ലായിടത്തും കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ചെറിയൊരു ലെയർ പോലെ ബിസ്ക്കറ്റ് എല്ലാം ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേളിൽ കൂടി ബാക്കി വെച്ച കോഫി മിക്സ് കുറച്ചുകൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് ഒഴിച്ച് കുതിർക്കണ്ട. ചെറിയൊരു ക്രിസ്പിനെസ് ഉണ്ടെങ്കിലേ ടേസ്റ്റ് കൂടുള്ളൂ. അതെല്ലായിടത്തും കൂടി ഒഴിച്ചതിന് ശേഷം മേളിലോട്ട് വിപ്പിംഗ് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എല്ലായിടത്തും കൂടി വിപ്പിംഗ് ക്രീം സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ഒന്ന് ക്ലീൻ ചെയ്തെടുത്ത് ഇതൊരു 4 hours ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതിന് ശേഷം മാത്രം വേണം സെർവ് ചെയ്യാനായിട്ട്. ഇതിപ്പം 4 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നല്ല അടിപൊളി ടേസ്റ്റാണ്, പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നതാണ്. ഈ ബിസ്ക്കറ്റിനും അധികം ചിലവൊന്നുമില്ല. എനിക്കൊരു 30 rupees എന്തോ തന്നെ ആയിട്ടുള്ളൂ. അതിൻ്റെ ഹാഫേ ആയിട്ടുള്ളൂ എനിക്ക്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വിപ്പിംഗ് ക്രീമിൻ്റെ കൂടെ കോഫി മിക്സും കോക്കോ പൗഡറും കൂടി ആഡ് ചെയ്ത് വരുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് കൂടുതലാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.